Hi students, I am Ansila. നമ്മൾ ഇന്ന് ഫിസിക്സിലെ 7th ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ടോപ്പിക്ക് വാട്ട് ഈസ് ഇനേർഷ്യ. നമ്മളുടെ ഈ ചാപ്റ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയൽ ലൈഫുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ പറയാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പം എന്താ ഇനേർഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനേർഷ്യൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവില്ലായ്മ. ഒരു കഴിവില്ലായ്മയെ കുറിച്ചിട്ടാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. എന്ത് കഴിവില്ലായ്മയാണ് നോക്കാം നമുക്ക്. ഇനേർഷ്യ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റെസ്റ്റിലുള്ള ഒരു ബോഡി, അതായത് മൂവ് ചെയ്യാത്ത ബോഡിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസ്റ്റിലുള്ള ബോഡി എന്ന് പറയുന്നത്. റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ, ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയുള്ള യൂണിഫോം മോഷനിലുള്ള ഒരു ബോഡി ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ. ഒരു ബാഹ്യബലമൊന്നും നമ്മളുടെ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ബോഡിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. അതായത് നമ്മളുടെ ഒബ്ജക്റ്റിന് അല്ലെങ്കിൽ ബോഡിക്ക് എന്ത് മാറ്റാൻ കഴിയില്ല, അതിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സ്റ്റേറ്റ് മാറ്റാൻ കഴിയില്ല. എപ്പോൾ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നത് വരെ. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടില്ലേ നമ്മളുടെ ബോഡിക്ക് എന്താക്കാൻ പറ്റില്ല, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ഒരു ബോഡി അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് നമ്മളുടെ സ്റ്റേറ്റ്, ആ ഒബ്ജക്റ്റ് ഇപ്പോൾ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. അല്ലെങ്കിൽ ഒരു യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. എപ്പോൾ വരെ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ബാഹ്യബലം കിട്ടുന്നത് വരെ. ഈ ഒരു കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ബോഡി ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ, അത് തന്നെ നമ്മളുടെ ബോഡി കണ്ടിന്യൂ ചെയ്യും. ഒരു ഫോഴ്സ് ഒന്നും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ. ഇനി ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താകും, ഈ സ്റ്റേറ്റ് ചേഞ്ച് ആകും. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ സഹായം ഇല്ലാതെ നമ്മളുടെ ബോഡിക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് എന്താക്കാൻ പറ്റില്ല, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കഴിവില്ലായ്മയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇനി ഇനേർഷ്യ 3 ടൈപ്സ് ഓഫ് ഇനേർഷ്യ ഉണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഈ നെയിം തന്നെ ഉണ്ട് എന്താ മീൻ ചെയ്യുന്നത്. ഇനേർഷ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിവില്ലായ്മ. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബോഡി റെസ്റ്റിലാണ്, ഒരു ബോഡി മൂവ് ചെയ്യുന്നില്ല, ഒരു ബോഡി റെസ്റ്റിലാണ്. ആ ബോഡി റെസ്റ്റ് തന്നെ തുടരും. ഒരു ഫോഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ റെസ്റ്റിന് എന്താക്കാൻ പറ്റില്ല, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റ് തന്നെ തുടരും, ഒരു ഫോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ. അതാണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ബസ്സിൽ നിൽക്കുക. ബസ്സും നമ്മളും റെസ്റ്റിലാണ്, മൂവ് ചെയ്യുന്നില്ല. പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താവുന്നുണ്ട്, മുമ്പോട്ടേക്ക് വീഴാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്, ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്. ബസ്സും നമ്മളും ആദ്യം റെസ്റ്റിലായിരുന്നു. പെട്ടെന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ എന്താവുന്നുണ്ട്, ജസ്റ്റ് ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്. അതെന്തുകൊണ്ടാ? കാരണം ആദ്യം ബസ്സും നമ്മൾ റെസ്റ്റിലായിരുന്നു, പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്തു. ബസ്സിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടി, പക്ഷെ നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളുടെ ബോഡി എന്ത് തന്നെ കണ്ടിന്യൂ ചെയ്യും, റെസ്റ്റ് തന്നെ തുടരാനുള്ള പ്രവണത, അല്ലെങ്കിൽ റെസ്റ്റ് തന്നെ തുടരാനാണ് നമ്മളുടെ ബോഡി നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ ബസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബാക്കോട്ടേക്ക് പോകാനുള്ള കാരണം. ഇനി അതേപോലെ തന്നെ ഇനേർഷ്യ ഓഫ് മോഷൻ. ഒരു ബോഡി യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യാണ്, ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെ യൂണിഫോം മോഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബോഡിക്ക് എന്താക്കാൻ പറ്റില്ല, അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അത് യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ, ബസ്സിന്റെ ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് വീഴാൻ പോകുന്നത്. കാരണം എന്താ, ബസ്സും മൂവിങ്ങിലായിരുന്നു, ബസ്സിനൊപ്പം നമ്മളും മൂവിങ്ങിലായിരുന്നു. അപ്പോൾ ബസ് സ്റ്റോപ്പ് ആവാൻ വേണ്ടി ബസ്സിന് എന്ത് കിട്ടിയിട്ടുണ്ട്, ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ ബോഡി എന്ത് തന്നെ തുടരാനാണ് നോക്കുക, മോഷനിൽ തന്നെ തുടരാനാണ് നോക്കുക. അതുകൊണ്ടാണ് ബസ് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുമ്പോട്ടേക്ക് വീഴാൻ പോകുന്നതിന്റെ കാരണം. ഇനി ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബോഡി എന്താക്കും, മൂവ് ചെയ്തുകൊണ്ടേ നിൽക്കും. അതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള കഴിവില്ല. അതാണ് ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ടെൻഡൻസി ഓഫ്
ദ ടെൻഡൻസി റിമൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരേ ഡയറക്ഷനിൽ തന്നെ തുടരാനുള്ള ടെൻഡൻസി, പ്രവണതയാണ് എന്ത്, ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ. അതിനെന്താക്കാൻ പറ്റില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ബസ് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ, അതായത് ബസ് പെട്ടെന്ന് തിരിക്കുമ്പോൾ പാസഞ്ചേഴ്സ് എന്താവുന്നുണ്ട്, പുറത്തേക്ക് വീഴാൻ പോകുന്നത്. കാരണം ബസ് തിരിക്കുമ്പോൾ ബസ്സിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷെ നമ്മളുടെ ബോഡി ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കുക, നമുക്ക് ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ബസ് തിരിക്കുമ്പോൾ നമ്മൾ പുറത്തേക്ക് വീഴാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ വേറൊരു എക്സാമ്പിൾ കേട്ടിട്ടുണ്ടാകും, നമ്മളൊരു ആന ഓടിപ്പിക്കാൻ വന്ന്, നമ്മളൊരു ആന ഓടിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ എന്താക്കുക, സിക്സാക് പാത്തിൽ ഓടുക, അതായത് സെഡ് ആ ഒരു പാത്തിൽ ഓടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി രക്ഷപ്പെടാനുള്ള ചാൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കൂടുതലാണ്. എന്തുകൊണ്ടാണ്, മാസ് കൂടുന്തോറും ഇനേർഷ്യ ഓഫ് ഡയറക്ഷൻ കൂടുതലായിരിക്കും. ആനക്ക് എന്താണ്, നമ്മളെക്കാൾ മാസ് ഉണ്ട്. അപ്പം ആനക്ക് പെട്ടെന്ന് എന്താക്കാൻ പറ്റില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് സിക്സാക് പാത്തിലൂടെ മൂവ് ചെയ്യാം. സിക്സാക് പാത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെഡ് ആകൃതി, അതിലൂടെ നമുക്ക് മൂവ് ചെയ്യാം. പക്ഷേ ആനക്ക് അത്ര പെട്ടെന്ന് എന്താക്കാൻ പറ്റില്ല, ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് സിക്സാക് പാത്ത് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരു ആന വരുമ്പോൾ നമ്മൾ സിക്സാക് പാത്തിലൊക്കെ ഓടിയാൽ രക്ഷപ്പെടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. ഇനേർഷ്യയാണ് അതിന് റീസൺ. നെക്സ്റ്റ്, ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. ഈ മോഷനെ ഈ ലോനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയും. കാരണം ഇപ്പൊ പറഞ്ഞ നമ്മളുടെ ഇനേർഷ്യ എന്താന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബോഡി എന്ത് തന്നെ കണ്ടിന്യൂ ചെയ്യും, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇനി യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യില്ല. അതാണ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. എ ബോഡി റിമൈൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ബോഡി എന്താക്കും, റെസ്റ്റിലാണോ അല്ലെങ്കിൽ യൂണിഫോം ഒരു സ്ട്രൈറ്റ് ലൈനിലൂടെയുള്ള യൂണിഫോം മോഷനിലൂടെ ആണെങ്കിൽ ആ സ്റ്റേറ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും, റിമൈൻ ചെയ്യും. എപ്പോൾ വരെ, അൺലെസ് ഇറ്റ് ഈസ് ഫോഴ്സ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടി ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് വരെ ബോഡി എന്തായിരിക്കും, റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ ആയിരിക്കും, യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷൻ തന്നെ ആയിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. ഇത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാതെ നമുക്ക് ബോഡിക്ക് എന്താക്കാൻ പറ്റില്ല, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കഴിവില്ലായ്മയാണ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്തും കൂടി പറയാം, ലോ ഓഫ് ഇനേർഷ്യ എന്നും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫസ്റ്റ് ലോന് ഒരു എക്സാമ്പിളാണിത്. നമ്മൾ ഒരു ക്ലോത്തിൻ്റെ മേലെ പാത്രം വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ ക്ലോത്ത് എടുക്കുമ്പം ഒരു ചെറിയൊരു സെക്കൻഡ് നേരത്തേക്ക് ഈ പാത്രം എന്ത് തന്നെയായിരിക്കും, ക്ലോത്ത് തന്നെ ആയിരിക്കും. നിലത്ത് വീഴുന്നതിൻ്റെ മുന്നേ ചെറിയൊരു സെക്കൻഡ് നേരത്തേക്ക് ഈ പാത്രം ഈ ക്ലോത്ത് തന്നെ ആയിരിക്കും. കാരണം ക്ലോത്ത് എടുക്കുമ്പോൾ ക്ലോത്തിന് ഫോഴ്സ് കിട്ടുന്നുണ്ട്, പക്ഷേ ഡിഷസിന് അല്ലെങ്കിൽ പാത്രത്തിന് എന്ത് കിട്ടുന്നില്ല, ഫോഴ്സ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മളുടെ ഡിഷ് എന്ത് ചെയ്യാനാ നോക്കുക, ആദ്യം ഡിഷ് റെസ്റ്റിലായിരുന്നല്ലോ, അപ്പോൾ ഈ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് നോക്കുക. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ക്ലോത്ത് വലിക്കുമ്പോൾ ഒരു ജസ്റ്റ് സെക്കൻഡ് നേരത്തേക്ക് പാത്രം നമ്മളുടെ ക്ലോത്ത് തന്നെ വീഴാതെ നിൽക്കുന്നത്. അതൊരു ഫസ്റ്റ് ലോക്ക് എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നോക്കുകയാണ്, ലീനിയർ മൊമെൻറ്റം. നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ലീനിയർ മൊമെൻറ്റം. എന്താ മൊമെൻറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരാളെ കല്ലെടുത്തെറിഞ്ഞു, അപ്പോൾ ഒരു എഫക്റ്റ് ഉണ്ടാവുന്നില്ലേ, അയാൾക്ക് വേദനിക്കുന്നില്ലേ, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ മൊമെൻ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ബോൾ അല്ലെങ്കിൽ രണ്ട് കല്ല് വന്ന് കൂട്ടിമുട്ടി, അപ്പോൾ അവിടെ ഒരു എഫക്റ്റ് ഉണ്ടാകുന്നില്ലേ, ആ ഒരു എഫക്റ്റിനെയാണ് നമ്മൾ മൊമെൻറ്റം എന്ന് പറയുന്നത്. മൊമെൻറ്റത്തെ നമ്മൾ എങ്ങനെ ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യാം, മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് മൊമെൻറ്റം. എന്താണ് ലീനിയർ മൊമെൻറ്റം? ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി. മാസും വെലോസിറ്റിയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മൊമെൻറ്റം കിട്ടും. മൊമെൻറ്റം എന്ന് പറയുന്നൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷനും ഉണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ട്. നമ്മൾ പുതിയതായിട്ടൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, വെക്റ്റർ, വെലോസിറ്റി,
വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ ഒക്കെ പോലെ നമ്മൾ പുതുതായിട്ടൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പഠിക്കുകയാണ്. ദാറ്റ് ഈസ് മൊമെന്റം. മൊമെന്റം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബോഡി കൂട്ടി മുട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു എഫക്റ്റ്, അതാണ് മൊമെന്റം. അത് നമുക്ക് ഫിസിക്കലി എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ മാസിന്റെ വെലോസിറ്റിയാണ് മൊമെന്റം. മൊമെന്റം കാണാനുള്ള മൊമെന്റത്തെ നമ്മൾ പി എന്ന് വെച്ച് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി ഈസ് ഈക്വൽ ടു എം വി. ഇതാണ് ലീനിയർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. നെക്സ്റ്റ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. നമ്മുടെ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞു. ഫസ്റ്റ് ലോ എന്തായിരുന്നു പറഞ്ഞത്? ലോ ഓഫ് ഇനേർഷ്യ. ബോഡി റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റ് തന്നെ കണ്ടിന്യൂ ചെയ്യും, മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും, അതിനൊരു ബാഹ്യബലം അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയിട്ടില്ലെങ്കിൽ. അതായിരുന്നു ഫസ്റ്റ് ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. എന്താ സെക്കൻഡ് ലോ? ദ റേറ്റ് ഓഫ് മൊമെന്റം ചേഞ്ച് ഓഫ് എ ബോഡി. നമ്മൾ മൊമെന്റം എന്താന്ന് പറഞ്ഞില്ലേ? പി ഈസ് ഈക്വൽ ടു എം വി. അതായിരുന്നു മൊമെന്റം, മാസിന്റെ വെലോസിറ്റി. അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതിന്റെ മാറ്റത്തിന്റെ നിരക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എക്സ്റ്റേണൽ ഫോഴ്സിന്, അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇനി ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഡയറക്ഷന് ടുവാർഡ്സ് ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോ മോഷൻ പറയുന്നത്. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എഫ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. മൊമെന്റം നമ്മൾ പി എന്നാണ് പറഞ്ഞത്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി അല്ലെങ്കിൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, മൊമെന്റത്തിന്റെ മാറ്റത്തിന്റെ നിരക്ക്, അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. അത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് പ്രൊപ്പോർഷണാലിറ്റിന്റെ സിമ്പിൾ ആണ്, അല്ലെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ചിഹ്നമാണിത്. അപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ ഡയറക്ഷൻ, ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഡയറക്ഷനിലോട്ടായിരിക്കും. ഇനി നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ ഒന്ന് മാറ്റാം, ഈക്വൽ ടു ആക്കണം. എഫ് നമ്മളൊരു ഇക്വേഷൻ പറയുമ്പോൾ ഈക്വൽ ടു, എഫ് ഇസ് ഈക്വൽ ടു എന്ന് പറയാം. എഫ് ഈക്വൽ ടു എന്നറിയാം. എഫ് പ്രൊപ്പോർഷണാലിറ്റി ചിഹ്നം മാറ്റിയാലേ നമുക്കൊരു ഇക്വേഷൻ ആക്കാൻ പറ്റൂ. അപ്പം എഫ് ഈക്വൽ ടു, ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താക്കിയാൽ മതി? ഒരു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഇട്ടുകൊടുത്താൽ മതി. അപ്പം എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഈ പ്രൊപ്പോർഷണാലിറ്റി സിമ്പിൾ മാറ്റി ഈക്വൽ ടു സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കെ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഇട്ടുകൊടുത്തത്. അപ്പം എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇനി കെ എന്ന് പറയുന്നത് 1 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താവും? എഫ് ഇസ് ഈക്വൽ ടു 1 into delta p by delta t which is equal to delta p by delta t. അപ്പോൾ നമ്മളുടെ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ? p is equal to എം വി. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു മാസിന്റെ വെലോസിറ്റി ആണ് മൊമെന്റം. അപ്പൊ നമ്മളുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താവും? എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. മാസ് ചേഞ്ച് ചെയ്യോ? ഒരു ബോഡീന്റെ മാസ് എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യോ? ഇല്ലല്ലോ. വെലോസിറ്റി അല്ലേ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഡെൽറ്റ എന്തിനു മാത്രമേ ഉണ്ടാവുള്ളൂ? വെലോസിറ്റിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡെൽറ്റ സൂചിപ്പിക്കുന്നത് എന്താ? ചേഞ്ചാ സൂചിപ്പിക്കുന്നത്. മാസ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ എം ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇനി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്തായിരുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി നമ്മൾ മുമ്പ് പഠിച്ച ആക്സിലറേഷൻ, നമ്മൾ മുമ്പ് പഠിച്ച ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. എന്തായിരുന്നു അതിന്റെ ഇക്വേഷൻ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ നിരക്കായിരുന്നു ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്താണ്? എ, ആക്സിലറേഷൻ ആണ്. അപ്പം ഇവിടെ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? എ എന്ന് കൊടുക്കാം. അപ്പം എഫ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ എന്താകും?
എന്താവും? എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതാണ് നമ്മളുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പൊ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കി? ഫോഴ്സിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി. എന്താ ഫോഴ്സിന്റെ ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു എ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. വളരെ ബേസിക് ആയിട്ടുള്ള, ഫിസിക്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ. നിങ്ങൾ മറക്കരുത്. ന്യൂട്ടന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. എന്തിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്? ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ നിന്നാണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തത്. എന്തായിരുന്നു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത്? ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഡയറക്ഷൻ ടുവാർഡ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ പ്രപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തു. ആ കോൺസ്റ്റന്റ് 1 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പൊ നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ മൊമെന്റം പി ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുന്നു? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അത് നമ്മുടെ ഇക്വേഷനിൽ ഇത് അവിടെ ഡെൽറ്റ പിക്ക് പകരം മാസ് ഇൻറ്റു വെലോസിറ്റി കൊടുത്തു. ഇനി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഇതാണ് ഫോഴ്സിന്റെ ഇക്വേഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നമ്മൾ ഉണ്ടാക്കുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എഫ് ഇസ് ഈക്വൽ ടു എം എ. ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഈ നെക്സ്റ്റ് വേറൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇമ്പൾസ്. ഫോഴ്സിനോട് ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഫോഴ്സിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. എന്താ ഇമ്പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈം കൊണ്ട്, ഒരു ഷോർട്ട് ടൈം കൊണ്ട് വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കുക. അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പിക്ചറിൽ ഏതാ ബോൾ തട്ടുന്നു, ബാറ്റ് കൊണ്ട് ബോൾ തട്ടുന്നത്. ഈ ബാറ്റിൽ കൊണ്ട് നമ്മൾ വളരെ സ്ട്രോങ് ആയി തട്ടിയിട്ടുണ്ട്. ഈ ബോൾ എന്താവുന്നുണ്ട്? വളരെ ഉയരത്തിലോട്ട് പോകുന്നുണ്ടല്ലേ. ആ ഒരു ഫിനോമിന അല്ലെങ്കിൽ ഇമ്പൾസിന് എക്സാമ്പിൾ ആണിത്. അതായത് നമ്മൾ ചെറിയൊരു ടൈം കൊണ്ടാണ് ഈ ബോൾ തട്ടുന്നത്. പക്ഷെ അതിന്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ബോൾ എത്രയോ ഉയരങ്ങളിലേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ കിട്ടിയതൊരു ലാർജ് ഫോഴ്സ് ആണ്. അപ്പൊ ചെറിയൊരു സമയം കൊണ്ട് വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കുക, അതാ ആ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ ചെറിയൊരു സമയം കൊണ്ട് വലിയ ഫോഴ്സ് ഉണ്ടാകുക, അതാണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഈസ് ദ എഫക്റ്റ് ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് എക്സേർട്ടഡ് ഓവർ എ സ്മോൾ ഡ്യൂറേഷൻ. ചെറിയൊരു ടൈമിൽ വലിയൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോഴ്സ് റിപ്പിൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു എഫക്റ്റ് ആണ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ചെറിയൊരു ടൈം പീരീഡിൽ വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണ് ഇമ്പൾസ്. ഇമ്പൾസിന്റെ ഇക്വേഷൻ നമുക്ക് ജെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇമ്പൾസിനെ, ഇമ്പൾസ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. ഇമ്പൾസ് ജെ ഇസ് ഈക്വൽ ടു ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പൊ ഫോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആണ് അല്ലെങ്കിൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആണ് ഇൻറ്റു ടി. ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഇൻറ്റു ടി. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ടൈം ഡ്യൂറേഷൻ അല്ലേ. അപ്പൊ ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഡെൽറ്റ ടി കൊടുക്കുക. ഡെൽറ്റ ടി കൊടുക്കാൻ കാരണം വെരി സ്മോൾ ടൈം ആണ്. അപ്പം ഇവിടുത്തെ ഡെൽറ്റ ടിയും ഇവിടുത്തെ ഡെൽറ്റ ടിയും ക്യാൻസൽ ആയിപ്പോയി. ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി. എന്താ ഡെൽറ്റ പി? ചേഞ്ച് ഇൻ മൊമെന്റം ആണ് ഡെൽറ്റ പി. അപ്പം ഇമ്പൾസീവ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് രണ്ട് മൊമെന്റ് ഉണ്ട്, P2 P1 എടുത്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറയുന്നത് P2 മൈനസ് P1 ആയിരിക്കും. അപ്പം ഇമ്പൾസ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. എന്താണ് ഇമ്പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈമില് വലിയൊരു ഫോഴ്സ് ഉണ്ടാക്കുന്ന എഫക്റ്റ് ആണ് ഇമ്പൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇമ്പൾസ് ജെ ഇസ് ഈക്വൽ ടു ഇമ്പൾസീവ് ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. നമുക്കറിയാം ഫോഴ്സ് എന്താണ്? ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോയിൽ പറഞ്ഞിട്ടുള്ളൂ ഫോഴ്സ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ആണ്. ചെറിയൊരു ടൈം ഡെൽറ്റ ടി. അപ്പൊ ഇവിടുത്തെ ഡെൽറ്റ ടിയും ഇവിടുത്തെ
ഡെൽറ്റ ടിയും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ മൊമെന്റം, ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇതാണ് ഇമ്പൾസീവ് മൊമെന്റം തിയറം എന്ന് പറയുന്നത്. ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി അല്ലെങ്കിൽ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്നുള്ള ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്പൾസീവ് മൊമെന്റം തിയറം എന്ന് പറയുന്നത്. അപ്പൊ ഇമ്പൾസിന് ഒരു എക്സാമ്പിൾ ആണ് എ ബാറ്റ് ഹിറ്റിംഗ് എ ബോൾ ഡെമോൺസ്ട്രേറ്റ് ഇമ്പൾസ്. അതായത് ഇവിടെ ചെറിയൊരു ടൈം കൊണ്ട് ഒരു ലാർജ് ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്, ഇമ്പൾസിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നമ്മൾ മൊമെന്റം എന്താ പറഞ്ഞത്, എന്തായിരുന്നു മൊമെന്റം, മാസ് ഇൻറ്റു വെലോസിറ്റി, അല്ലെങ്കിൽ രണ്ട് ബോഡി കൊളൈഡ് ചെയ്യുമ്പോൾ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ് ആണ് മൊമെന്റം. ഫിസിക്കലി എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആയിരുന്നു ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ഇനി കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. കൺസർവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ മൊമെന്റത്തിന്റെ ഒരു നിയമം, അല്ലെങ്കിൽ the total linear momentum of all particle in a remains constant if there is no external force acting on the system. ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല, ഒരു ബാഹ്യബലം ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ആ സിസ്റ്റത്തിന്റെ മൊമെന്റം, ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്റം ചേഞ്ച് ചെയ്യില്ല. ഒരു സിസ്റ്റത്തിലെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മൊമെന്റം, ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊമെന്റം ചേഞ്ച് ചെയ്യില്ല. സിസ്റ്റത്തിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം ചേഞ്ച് ചെയ്യില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം പറയുന്നത്. ഇതിന് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് പറയാം. നമുക്ക് ലീനിയർ മൊമെന്റം കൺസർവേഷന് എക്സാമ്പിൾസ് പറയാം. ഇവിടെ നിങ്ങൾ എക്സാമ്പിൾ കാണുന്നുണ്ട്. ഒരു ഗണ്ണ്, റീകോയിൽ ഓഫ് എ ഗൺ. എന്താ റീകോയിൽ? ഗണ്ണിന്റെ റീകോയിൽ എന്ന് പറയുന്നത് റീകോയിൽ ഓഫ് എ ഗൺ. നമ്മളൊരു ഗൺ അല്ലെങ്കിൽ തോക്ക് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് എങ്ങോട്ട് പോകും, മുന്നോട്ടേക്ക് പോകും. അതിനൊരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് ഗൺ എന്താവുന്നുണ്ട്, ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇതിനാണ് നമ്മൾ റീകോയിൽ ഓഫ് എ ഗൺ പറയുന്നത്. നമ്മളൊരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അതിനൊരു ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് ആക്ഷൻ ആയിട്ട്, ഒരു പ്രതിപ്രവർത്തനമായിട്ട് ഗൺ എന്താവുന്നുണ്ട്, ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇതാണ് റീകോയിൽ ഓഫ് എ ഗൺ പറയുന്നത്. ഇനി ഈ റീകോയിൽ ഓഫ് എ ഗണ്ണിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം, നമ്മളുടെ കൺസർവേഷൻ ഓഫ് മൊമെന്റം അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മളുടെ ഫയറിങ്ങിന് മുമ്പ്, അതായത് ഗണ്ണ് ഫയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ബുള്ളറ്റും ഗണ്ണും എന്തിലായിരിക്കും, റെസ്റ്റിലായിരിക്കും, മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഓളുടെ വെലോസിറ്റി എന്താണ്, 0 ആണ്. അപ്പോൾ മൊമെന്റം എന്താണ്, 0 ആണ്. കാരണം മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, P = mv ആണ്. അപ്പം ഫയർ ചെയ്യുന്നതിന് മുമ്പ് ബുള്ളറ്റിനും ഗണ്ണിനും എന്തില്ല, വെലോസിറ്റി ഇല്ല. അപ്പൊ മൊമെന്റം എന്തായിരിക്കും, 0 ആയിരിക്കും. ഇനി ഫയർ ചെയ്തതിന് ശേഷം ബുള്ളറ്റിന്റെ മൊമെന്റം എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ ലെറ്റർ m ഇൻറ്റു സ്മോൾ ലെറ്റർ v ആയിട്ട് എടുക്കാം. ഇനി ഗണ്ണിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ m ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ v ആയിട്ട് എടുക്കാം. ഇതെന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം നമ്മളുടെ കൺസർവേഷൻ ലോസ് പറയുന്നത് ഈ രണ്ട് മൊമെന്റും ഈക്വൽ ആയിരിക്കും, ചേഞ്ച് ചെയ്യുന്നില്ല, മൊമെന്റം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിന്റെ മൊമെന്റും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഈ ഗണ്ണിന്റെ മൊമെന്റും ബുള്ളറ്റിന്റെ മൊമെന്റും ഗണ്ണിന്റെ മൊമെന്റും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, 0 ആയിരിക്കും. നമ്മൾ ഒരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ ബുള്ളറ്റ് മുമ്പോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു പ്രതിപ്രവർത്തനമായിട്ട് ഗണ്ണ് ബാക്കോട്ടേക്ക് പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് എ ഗൺ എന്ന് പറയുന്നത്. ഫയർ ചെയ്യുന്നതിന് മുമ്പ് ബുള്ളറ്റിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും, ഗണ്ണിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫയർ ചെയ്യുന്നതിന് മുമ്പ് മൊമെന്റം എന്തായിരിക്കും, രണ്ടിൻ്റെ മൊമെന്റും 0 ആയിരിക്കും. ഫയർ ചെയ്തതിന് ശേഷം ബുള്ളറ്റിൻ്റെ മൊമെന്റം എന്ന് പറയുന്നത് സ്മോൾ mv ആണ്, ഗണ്ണിന്റെ മൊമെന്റം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ mv ആണ്. ഇത് രണ്ടിന്റെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും, റിമൈൻസ് കോൺസ്റ്റന്റ് 0 ആയിരിക്കും. അപ്പം
എം വി പ്ലസ് ക്യാപിറ്റൽ എം വി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമുക്ക് ഈ ക്യാപിറ്റൽ എം വിനെ ഇവിടെ വെച്ചിട്ട് സ്മോൾ എം വിനെ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ എന്താകും? പ്ലസ്, ഇവിടെ പ്ലസ് ആയിരുന്നു എം വി എന്ന് പറയുന്നത്, അപ്പൊ മൈനസ് എം വി ആകും. ഇനി ഇവിടുത്തെ ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം ഇ. ഈ ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടായാൽ, ഇവിടെ മൾട്ടിപ്ലൈഡ് ബൈ എം ആയിരുന്നു, അപ്പോൾ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എം. ഇതാണ് എന്തിന്റെ വെലോസിറ്റി? ക്യാപിറ്റൽ ലെറ്റർ വി എന്തായിരുന്നു? ഗണ്ണിന്റെ വെലോസിറ്റി ആണ്. ഗണ്ണിന്റെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? വി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ബൈ എം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. ഈ സ്മോൾ ലെറ്റർ വി എന്ന് പറയുന്നത് ആരുടെ വെലോസിറ്റി ആയിരുന്നു? ബുള്ളറ്റിന്റെ വെലോസിറ്റി ആയിരുന്നു. അതിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയാം. എന്താ പറയാ? മസിൽ വെലോസിറ്റി. ബുള്ളറ്റിന്റെ വെലോസിറ്റിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്നാണ് പറയാ, സ്മോൾ ലെറ്റർ വി. ഇനി ഗണ്ണിന്റെ വെലോസിറ്റി ആണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ വി. അതിന് നമ്മൾ റീകോയിൽ വെലോസിറ്റി എന്നാണ് പറയാ. അപ്പൊ റീകോയിൽ വെലോസിറ്റി കാണാനുള്ള എക്സ്പ്രഷൻ ആണ് വി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ബൈ ക്യാപിറ്റൽ ലെറ്റർ എം. എങ്ങനെ നമുക്ക് കിട്ടിയത്? നമ്മൾ ഇനീഷ്യലി ഫയർ ചെയ്യുന്നതിന് മുമ്പ് രണ്ടിന്റെയും മൊമെന്റം 0 ആയിട്ട് എടുത്തു. ഫയർ ചെയ്തതിന് ശേഷം ബുള്ളറ്റിന്റെ മൊമെന്റം എം ബി, ഗണ്ണിന്റെ മൊമെന്റം ക്യാപിറ്റൽ എം വി വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ ഈ ക്യാപിറ്റൽ ലെറ്റർ എം വിനെ ഇവിടെ തന്നെ വെച്ചിട്ട് സ്മോൾ ലെറ്റർ എം വിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും മൈനസ് എം വി. ഇനി ക്യാപിറ്റൽ ലെറ്റർ വിനെ മാത്രം ഇവിടെ വെച്ചിട്ട് ക്യാപിറ്റൽ ലെറ്റർ എമ്മിനെ ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിലേക്ക് വരും വി എം. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വി അല്ലെങ്കിൽ റീകോയിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ബൈ എം കിട്ടി. ഈ സ്മോൾ ലെറ്റർ എം എന്താ? ബുള്ളറ്റിന്റെ മാസ്. സ്മോൾ ലെറ്റർ വി എന്താ? ബുള്ളറ്റിന്റെ വെലോസിറ്റി. അതിനെ നമ്മൾ മസിൽ വെലോസിറ്റി എന്ന് പറയും. ക്യാപിറ്റൽ ലെറ്റർ എം എന്താ? ഗണ്ണിന്റെ മാസ്. അപ്പൊ നമുക്ക് എന്തായി? ഗണ്ണിന്റെ വെലോസിറ്റി, ഗണ്ണ് ബാക്കോട്ടേക്ക് പോകുന്ന വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിനൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ആണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. എന്താ റോക്കറ്റ് പ്രൊപ്പൽഷൻ? നമ്മൾ റോക്കറ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ റോക്കറ്റിൽ എന്തുണ്ടാവും? ഫ്യൂവൽ ഉണ്ടാവും. റോക്കറ്റ് പോകാൻ ആവശ്യമായി ഇന്ധനം ഉണ്ടാകും. ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ റോക്കറ്റും ഫ്യൂവലും എന്താണ്? റെസ്റ്റിലാണ്. പിന്നെ നമ്മൾ എന്താക്കും? ഫ്യൂവൽ കത്തിക്കും. റോക്കറ്റ് മുമ്പോട്ടേക്ക് പോകണമെങ്കിൽ ഫ്യൂവൽ കത്തിക്കും. ഫ്യൂവൽ കത്തിക്കുമ്പം റോക്കറ്റിന്റെ ബാക്കിലൂടെ ഹൈ സ്പീഡിൽ എന്താകും? ഗ്യാസ് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ ഗ്യാസിന്റെ ഹൈ സ്പീഡിൽ പോകുന്ന ഗ്യാസിന് എന്തുണ്ടാകും? മൊമെന്റം, ഹൈ മൊമെന്റം ഉണ്ടാകും. ഇതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള ഒരു ഹൈ മൊമെന്റം മുകളിലത്തെ ഡയറക്ഷനിലേക്ക് അല്ലെങ്കിൽ അപ്വാർഡ് ഡയറക്ഷനിലേക്ക് റോക്കറ്റിന് ഉണ്ടാകുന്നത് കൊണ്ടാണ് റോക്കറ്റിന് മുമ്പോട്ടേക്ക് പോകാൻ അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ കഴിയുന്നത്. ദാറ്റ് ഈസ് നമ്മളുടെ ഫ്യൂവല് കത്തിക്കുമ്പം റോക്കറ്റ്സ് എന്താക്കുന്നുണ്ട്? ബാക്കിലോട്ട് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? ഹൈ സ്പീഡിൽ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസിന് ഒരു ഹൈ മൊമെന്റം ഉണ്ടാകും. ഈ ഹൈ മൊമെന്റത്തിന് ഈക്വൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു അപ്വാർഡ് മൊമെന്റം എന്തിനുണ്ട്? റോക്കറ്റിനുണ്ട്. അതുകൊണ്ടാണ് റോക്കറ്റ് എങ്ങോട്ട് പോകുന്നത്? മുകളിലോട്ട് പോകുന്നത്. നമ്മളുടെ ഒരു റോക്കറ്റിന്റെ താഴേക്ക് ഫ്യൂവൽ കത്തിക്കുമ്പം ഹൈ സ്പീഡിൽ എന്തുണ്ട്? മൊമെന്റം ഉണ്ട്. ഇതിന് ഈക്വൽ ഓപ്പോസിറ്റ് ആയിട്ട് റോക്കറ്റിന്റെ മുകളിലോട്ട് എന്തുണ്ട്? ഒരു മൊമെന്റം ഉണ്ട്. അതുകൊണ്ടാണ് റോക്കറ്റ് മുകളിലോട്ട് പോകാൻ കാരണം. അപ്പം കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഒരു ആപ്ലിക്കേഷനാണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്ന് പറയുന്നത്. അതായത് ഈ മൊമെന്റം താഴോട്ടേക്ക് പോകുന്ന മൊമെന്റും മേലോട്ടേക്ക് പോകുന്ന മൊമെന്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് കൺസർവേഷൻ ലോസ് പറയുന്നത്. ഈ നെക്സ്റ്റ് ആപ്ലിക്കേഷൻ പറയുന്നത് എക്സ്പ്ലോഷൻ ഓഫ് എ ബോംബ്. നമ്മുടെ ബോംബ് എക്സ്പ്ലോഷന് മുമ്പ് അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുന്നതിന് മുമ്പ് ഈ ബോംബിലെ ഫ്രാഗ്മെന്റ്സിന് അല്ലെങ്കിൽ ഓരോ കണികളുടെയും മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ബോംബ് എക്സ്പ്ലോർ ചെയ്താൽ അല്ലെങ്കിൽ ബോംബ് പൊട്ടിച്ചതിന് ശേഷം എന്താവണം? മൊമെന്റം, ഈ ഓരോ ഫ്രാഗ്മെന്റ്സിന്റെയും മൊമെന്റം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതല്ലേ കൺസർവേഷൻ ലോസ് പറയുന്നത്.
ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും എന്തായിരിക്കണം, അല്ലെങ്കിൽ ഒരു റിയാക്ഷന് മുമ്പുള്ള മൊമെന്റും ഒരു റിയാക്ഷന് ശേഷമുള്ള മൊമെന്റും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം എന്നാണ് കൺസർവേഷൻ ലോസ് പറയുന്നത്. അപ്പം ഇവിടെ അതന്നെയാണ്, ബോംബ് എക്സ്പ്ലോഷൻ ചെയ്യുന്നതിന്റെ മുമ്പ് അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുന്നതിന് മുമ്പ് അതിലെ ഫ്രാഗ്മെന്റ്സിന്റെ മൊമെന്റം എന്തായിരിക്കും, 0 ആയിരിക്കും. ഇവരെന്താകുന്നില്ല, ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ വെലോസിറ്റി എന്താണ്, 0 ആണ്. അപ്പോൾ ഫ്രാഗ്മെന്റ്സിന്റെ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. ഇനി ബോംബ് എക്സ്പ്ലോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ബോംബ് പൊട്ടിച്ചതിന് ശേഷം ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഈ ബോംബിന്റെ ഓരോ കണികൾ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ഡിഫറെന്റ് വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. ഡിഫറെന്റ് വെലോസിറ്റിയിൽ ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് പൊട്ടിത്തെറിക്കും. പക്ഷേ ഈ ഫ്രാഗ്മെന്റ്സിന്റെ വെലോസിറ്റി, അവർക്ക് വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി 0 അല്ല. പക്ഷേ ഈ ഫ്രാഗ്മെന്റ്സിന്റെ എല്ലാത്തിൻ്റെയും മൊമെന്റത്തിന്റെ സം എടുത്താൽ അതെന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ കൺസർവേഷൻ ലോസ് സാറ്റിസ്ഫൈഡ് ആയില്ലേ. മുമ്പ് എന്തായിരുന്നു, ബോംബ് പൊട്ടിക്കുന്നതിന് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ മുമ്പ് മൊമെന്റം എന്തായിരുന്നു, 0 ആയിരുന്നു. കാരണം ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഫ്രാഗ്മെന്റ്സിന് വെലോസിറ്റി ഇല്ല. പക്ഷേ ബോംബ് എക്സ്പ്ലോഷൻ ചെയ്തതിന് ശേഷം ഫ്രാഗ്മെന്റ്സിന് എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്. ഡിഫറെന്റ് ഡയറക്ഷനിലേക്ക് ഡിഫറെന്റ് വെലോസിറ്റിയിലേക്ക് ഫ്രാഗ്മെന്റ്സ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫ്രാഗ്മെന്റ്സിന്റെ ഒക്കെ മൊമെന്റം എടുത്ത് അതിന്റെ സം എടുത്തിട്ടുണ്ടെങ്കിൽ എന്താകും, 0 ആവും. അപ്പോൾ എന്തായി, കൺസർവേഷൻ ലോസ് സാറ്റിസ്ഫൈഡ് ആയി. ബോംബ് എക്സ്പ്ലോർ ചെയ്യുന്നതിന്റെ മുമ്പും ശേഷവും മൊമെന്റം 0 ആയി. അതാണ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന് വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് തേർഡ് ലോ ഓഫ് മോഷൻ. നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറഞ്ഞു, സെക്കൻഡ് ലോ പറഞ്ഞു. ഫസ്റ്റ് ലോ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ, ഒരു ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത ആ ഒരു കഴിവില്ലായ്മയെ പറഞ്ഞതാണ്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ ബോഡിക്ക് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്. സെക്കൻഡ് ലോയിൽ പറഞ്ഞത് നമ്മളുടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്തിന് ഈക്വൽ ആയിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് ഈക്വൽ ആയിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി തേർഡ് ലോ എന്ന് പറയുന്നത് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വെരി സിമ്പിൾ ലോ ആണ്, എല്ലാവർക്കും പറയാൻ ഇഷ്ടമുള്ളൊരു ലോ ആണ്. എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു പ്രവർത്തനത്തിനും അതിന് ഈക്വലും ഓപ്പോസിറ്റുമായൊരു പ്രതിപ്രവർത്തനമുണ്ട്. ഏതൊരു ആക്ഷനും അതിന് തുല്യവും വിപരീതവുമായ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഏതൊരു പ്രവർത്തനത്തിനും അല്ലെങ്കിൽ ഏതൊരു ആക്ഷനും അതിന് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ അല്ലെങ്കിൽ പ്രതിപ്രവർത്തനമുണ്ട്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. നമ്മൾ നടക്കുമ്പം നമ്മൾ എന്താക്കുന്നുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. നമ്മൾ നടക്കുമ്പം നമ്മളുടെ ഫീറ്റ് ബാക്കിലോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് ഗ്രൗണ്ട് നമ്മളുടെ ഫീറ്റിനെ മുമ്പോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് മുമ്പോട്ടേക്ക് നടക്കാൻ പറ്റുന്നത്. തേർഡ് ലോ ഓഫ് മോഷന്റെ ഒരു എക്സാമ്പിളാണ് നമുക്ക് നമ്മളുടെ വാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫീറ്റ് ബാക്കിലോട്ട് പുഷ് ചെയ്യുമ്പം അതിനൊരു പ്രവർത്തനം അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ ആയിട്ട് ഗ്രൗണ്ട് നമ്മളുടെ ഫീറ്റിനെ മുമ്പോട്ടേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്താക്കാൻ പറ്റുന്നത്, നടക്കാൻ പറ്റുന്നത്. അങ്ങനെ ഏതൊരു ആക്ഷനും എന്തുണ്ട്, ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്, ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട്. ഏതൊരു പ്രവർത്തനത്തിനും അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ളൊരു പ്രതിപ്രവർത്തനമുണ്ട്. അതാണ് തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. നമുക്ക് മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് ബോഡീസ് ഉണ്ട്. ദിസ് ഈസ് M1 ആൻഡ് ദിസ് ഈസ് M2. രണ്ട് ബോഡീസ് ഉണ്ട്. രണ്ട് ബോഡിയും ഇൻട്രാക്ഷനിലാണ്. അപ്പോൾ അതിന് മൊമെൻറ്റം ഉണ്ടാകും. M1 എന്താക്കുന്നുണ്ട്, M2-ലെ ഒരു മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. M2-ൻ്റെ എഫക്റ്റ് മൂലം M1-ലൊരു മൊമെൻറ്റം ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. M2 ഉണ്ടാക്കുന്ന ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റം ചേഞ്ചിനെ നമുക്ക് എന്ത് വിളിക്കാം, dP1/dt എന്ന് വിളിക്കാം. ഇനി M2 M1-ൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റം ചേഞ്ചിനെ, M2 M1-ൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റം ചേഞ്ചിനെ നമുക്ക് dP2/dt എന്ന് വിളിക്കാം. M1 M2-ൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റം ചേഞ്ച് dP1/dt, M2 M1-ൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റം ചേഞ്ച് dP2/dt.
ആരായി മൊമെന്റം ചേഞ്ച് ഉണ്ടാക്കുന്നത്? മാസ്സാണോ മൊമെന്റം ചേഞ്ച് ഉണ്ടാക്കുന്നത്? M1 ഉണ്ടാകുന്ന ഫോഴ്സ്, M1 M2 ഉണ്ടാക്കുന്ന ഫോഴ്സ് ആണ് എന്തുണ്ടാക്കുന്നത്? മൊമെന്റം ചേഞ്ച് ഉണ്ടാക്കുന്നത്. അപ്പം M1 M2 ഉണ്ടാക്കുന്ന ഫോഴ്സ് നമുക്ക് F12 എന്ന് വിളിക്കാം. F12 എന്ന് വിളിക്കാം. M2 M1 ഉണ്ടാക്കുന്ന മൊമെന്റം ചേഞ്ച്, അതിന് കാരണമായ ഫോഴ്സിനെ നമുക്ക് F21 എന്ന് വിളിക്കാം. ഇനി നമ്മളുടെ മൊമെന്റം കൺസർവേഷൻ ലോസ് എന്താ പറയുന്നത്? dp1/dt പ്ലസ് dp2/dt എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ മൊമെന്റം ചേഞ്ചും ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. അതാണ് കൺസർവേഷൻ ലോ പറയുന്നത്. അപ്പോൾ dp1/dt എന്ന് പറയുന്നത്, ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ dp1/dt പ്ലസ് dp2/dt ഈസ് ഈക്വൽ ടു 0 ആണ്. അതാണ് കൺസർവേഷൻ ലോസ് പറയുന്നത്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? d/dt ഓഫ് P1 പ്ലസ് P2 എഴുതിക്കോടെ. d/dt ഓഫ് P1 പ്ലസ് P2 എന്ന് പറയുന്നത് dp1/dt പ്ലസ് dp2/dt ഈക്വൽ ആണ്. ഇനി d/dt ഓഫ് P1 പ്ലസ് P2 എന്താ? അത് d/dt ഓഫ് P1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്താ? നമ്മൾ സെക്കൻഡ് ലോ പറഞ്ഞ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് ഈക്വൽ ആണ്? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് ഈക്വൽ ആണ്. അപ്പോൾ d/dt ഓഫ് P1 എന്ന് പറയുന്നത് എന്തായിരിക്കും? F12 ഫോഴ്സിന് ഈക്വൽ ആണ്. ഇനി d/dt ഓഫ് P2 എന്ന് പറയുന്നത് എന്തായിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വിത്ത് റെസ്പെക്ട് ഡ്യൂ ടു ദ മാസ് M2, അതാണ് dp2/dt. അതെന്തിന് ഈക്വൽ ആയിരിക്കും? F21 which is equal to 0. അപ്പം നമുക്ക് F21 ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് എന്ത് എഴുതാം? F21. അതായത് F12 എന്ന് പറഞ്ഞൊരു ഫോഴ്സിന് ഈക്വലും ഓപ്പോസിറ്റ്, നെഗറ്റീവാണത്, ഓപ്പോസിറ്റുമായിട്ടുള്ള മറ്റൊരു ഫോഴ്സ് ഉണ്ട്, അതാണ് F21. അതായത് F12 എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ളൊരു ഓപ്പോസിങ് ഫോഴ്സ് ഉണ്ടാകും. അതാണ് നമ്മളുടെ തേർഡ് ലോ ഓഫ് മോഷൻ പറയുന്നത്. ഒരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിന് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ളൊരു പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകും. ഒരു F12 എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനൊരു ഈക്വലും ഓപ്പോസിറ്റും ആയിട്ടുള്ള F21 എന്ന് പറഞ്ഞിട്ടുള്ള ഫോഴ്സ് ഉണ്ടാകും. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ പറഞ്ഞത്.